ത്രിയേക ദൈവത്തിൻ്റെ വന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സമൂഹത്തിൽ അശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന രണ്ട് വാക്കുകളാണ് പരിശീലനവും മുന്നൊരുക്കവും. ഇവയില്ലാതെ കാര്യങ്ങളെ സമീപിക്കുന്ന സമൂഹത്തിനും കുടുംബത്തിനും അപജയവും അപകീർത്തിയും അസ്വസ്ഥതയും ഉളവാകും. എല്ലാം അറിയാമെന്നും ഞാൻ എന്തൊക്കെയോ ആണെന്നുമുള്ള ചിന്തയാണ് വ്യക്തിയായും കുടുംബമായും സമൂഹമായും മുന്നൊരുക്കമില്ലാതെയും പരിശീലനമില്ലാതെയും കാര്യങ്ങളെ സമീപിക്കുന്നത്. എത്ര കഴിവ് കുറഞ്ഞവനാണെങ്കിലും സ്ഥിരോത്സാഹവും ദൈവസാന്നിധ്യബോധവും ഉണ്ടെങ്കിൽ എന്തും കൈപ്പിടിയിൽ ഒതുക്കാം. നമ്മുടെ ആധ്യാത്മിക സംഘടനകളുടെ മിക്കതിൻ്റെയും മോട്ടോ ആരാധന, പഠനം, സേവനം എന്നിവയാണ്. ആദ്യം ദൈവകൃപ കൂടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക, പിന്നെ പഠനം. കുഞ്ഞു കാര്യങ്ങൾ പോലും വിട്ടുകളഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഗുരുകാരണവന്മാർ പഴഞ്ചൊല്ലിൽ പാടി പറഞ്ഞത്, കുന്തം പോയാൽ കുടത്തിലും തപ്പണം. പഠനത്തിനും മുന്നൊരുക്കത്തിനും ശേഷം പ്രവർത്തനത്തിലേക്ക് ഇറങ്ങണം. വിശുദ്ധ വേദപുസ്തകത്തിൽ നെഹമ്യാവ് ഈ മുൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഉത്തമ ഉദാഹരണമാണ്. ഇതിനു മുമ്പ് വിശദീകരിച്ചിട്ടുള്ളതിനാൽ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ദൈവം എല്ലാവർക്കും വിവിധങ്ങളായ കഴിവുകൾ ഏറ്റക്കുറച്ചിലുകളോട് നൽകിയിട്ടുണ്ട്. പൂനെയിൽ ഉണ്ടായിരുന്ന ഒരു രാജകുടുംബത്തോട് ചേർന്ന് ഒരു മന്ത്രിപുങ്കവൻ ലളിത ജീവിതം നയിക്കുകയും രാജകുടുംബത്തിന് പ്രിയങ്കരനുമായിരുന്ന രാമശാസ്ത്രിയെക്കുറിച്ച് ഒരു സംഭവകഥ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഉയർന്ന കുലജാതനാണ്. എല്ലാവരോടും സ്നേഹമായും പ്രിയമായും കരുണയോടും കുഞ്ഞുനാളിൽ മുതൽ ജീവിച്ച് വന്നിരുന്നു. പഠിക്കുന്ന കാലത്ത് കൂട്ടുകാർക്ക് എന്ത് നല്ല കാര്യങ്ങൾ സാധിച്ചു കൊടുക്കണമെങ്കിലും രാമശാസ്ത്രി മുമ്പിലായിരുന്നു. പക്ഷേ പഠിത്തത്തിൽ ഒത്തിരി പിറകിലുമായിരുന്നു. ഒന്നും ഓർമ്മയിൽ നിൽക്കുകയില്ല. കൂട്ടുകാരും അധ്യാപകരും കളിയാക്കിയിരുന്നു. ഒരു ദിവസം സ്കൂൾ വിട്ട് ഇറങ്ങുവാൻ തന്നെ തീരുമാനിച്ചു. കുറേ നടന്നു കഴിഞ്ഞപ്പോൾ വല്ലാതെ ക്ഷീണിച്ചു. സ്ത്രീകൾ വെള്ളം കോരിക്കൊണ്ടിരുന്ന കിണറിനരികെ ചെന്ന് ദാഹജലം വാങ്ങി കുടിച്ചു. എന്നിട്ട് ഒരു മരത്തണലിൽ പോയി തളർന്നിരുന്നു. അവൻ്റെ ഈ പെരുമാറ്റം ഒരു സ്ത്രീ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ കരുണയുള്ള സ്ത്രീ അവൻ കുറേ നേരമായിട്ടും എഴുന്നേറ്റ് പോകാത്തതിനാൽ അടുത്ത് ചെന്ന് കാര്യം തിരക്കി. ആ സ്ത്രീയുടെ അനുകമ്പ കണ്ടിട്ട് അവൻ ആ സ്ത്രീയെ ആദ്യമേ സംബോധന ചെയ്തത് തന്നെ അമ്മയെന്നാണ്. സ്ത്രീക്ക് കുറെ കൂടി താല്പര്യം ആ ചെറുപ്പക്കാരനോട് തോന്നി. അവൻ ഉള്ളു തുറന്ന് കാര്യങ്ങൾ പറഞ്ഞു. അവർ വെള്ളം കോരിക്കൊണ്ടിരുന്ന കിണറിൻ്റെ വക്കിൽ ഖനം കൂടിയ കരിങ്കൽ പാളികൾ അകത്തേക്ക് കയറ്റി പാലം പോലെ വെച്ചിരുന്നു. കിണറിൻ്റെ തിട്ടമേൽ തൊട്ടി ഇടിക്കാതെ ഇരിക്കുവാൻ വേണ്ടി ഉള്ളതാണ്. കാലക്രമത്തിലുള്ള കയറിൻ്റെ ഉരസൽ മൂലം അഥവാ ഘർഷണം മൂലം ആ വലിയ കരിങ്കൽ പാളിയുടെ പുറംഭാഗം റാ പോലെ അകത്തേക്ക് വളഞ്ഞിരുന്നു. അത് ചൂണ്ടിക്കാണിച്ചിട്ട് ആ അമ്മ അവനോട് പറഞ്ഞു, അത്രയും വലിയ കരിങ്കൽ പാളിയെ വളരെ നാളത്തെ കയറിൻ്റെ ഉരസൽ മൂലം ആ അവസ്ഥയിലാക്കാമെങ്കിൽ മനുഷ്യന് അസാധ്യമായത് ഒന്നുമില്ല. കയറിന് ഒരു കല്ലിനെ ഉരച്ചു മാറ്റാമെങ്കിൽ നമുക്കെന്തും നീക്കാം. ഈശ്വരാനുഗ്രഹവും സ്ഥിര ഉത്സാഹവും മതി. അദ്ദേഹത്തിൻ്റെ കാലത്ത് ആ രാജ്യത്ത് പ്രധാന ന്യായാധിപനും പുരോഹിത ശ്രേഷ്ഠനും മന്ത്രിയുമായിരുന്നത്. അതായത് രാജാവിൻ്റെ രണ്ടാം സ്ഥാനം. ഇവിടെ നാം ഓർക്കേണ്ട കാര്യങ്ങൾ, ആ അമ്മയുടെ കരുതൽ നമുക്ക് മറ്റുള്ളവരോട് വേണം. 2 ശിഷ്യന്മാർക്ക് ഇന്നില്ലാതെ പോകുന്ന സംഗതിയാണ് അറിവുള്ളവർ പറയുന്നത് തിരിച്ചറിയുവാനും അവർക്ക് ശ്രദ്ധ കൊടുക്കുവാനും കഴിയാതെയും വരുന്നത്. നന്മ തിരിച്ചറിയുവാനും കേൾക്കാനും നമുക്ക് കഴിയണം. കർത്താവ് പറയുന്നില്ലേ, വിശ്വാസത്തോടെ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ അത് മാറിപ്പോകും. ദൈവിക സാന്നിധ്യബോധത്തോടെ, ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ, മുന്നൊരുക്കത്തോടെ, ചിട്ടയുടെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് അസാധ്യമായത് ഒന്നുമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ അശ്രദ്ധ കൊണ്ടും നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കാത്തതുകൊണ്ടും ഞങ്ങളായിരിക്കുന്ന സമൂഹത്തിനും കുടുംബത്തിനും അനർത്ഥങ്ങൾ വരുത്തി വയ്ക്കുന്നു. ഞങ്ങൾ മൂലം അനർത്ഥങ്ങൾ വരുത്താതിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ആത്മീയ ഉത്ബോധ്യം വരുത്തി ഞങ്ങളെ ശക്തീകരിച്ച് സഹായിക്കുമാറാകണമേ. പരിശുദ്ധാത്മാവായ ത്രേയ ദൈവത്തിൻ്റെ കുറേ അനുഗ്രഹങ്ങളും നാം എല്ലാവരുമേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.